വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി വർക്കല ബീച്ചിലേക്ക് പോയതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ ചോദിച്ച പൊന്നുവിന്റെ ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കുറച്ച് നാളിന് ശേഷം വർക്കല ബീച്ചിൽ പോയി സൺസെറ്റ് കണ്ട് ഫുഡ് കഴിച്ചു വരാന്നുള്ള പ്ലാൻ ആയിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഒടുക്കത്തെ തിരക്ക്. സംഭവം സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് മിക്കവരും ഇങ്ങോട്ട് തന്നെ. ഇങ്ങനെയുള്ള വല്ലപ്പോഴുമുള്ള യാത്ര മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കടൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മനസ്സൊന്ന് ശാന്തമാവും. ഞങ്ങൾ അങ്ങനെ പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അതിനൊരു അവസരം ഇന്നാണ് കിട്ടിയത്. മെനു കൈ കിട്ടിയപ്പോഴേ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ലെമൺ ടീ ആയിരുന്നു. കിട്ടിയ പാടെ കുടിച്ചു നോക്കിയപ്പോഴേക്കും ഒരു കാര്യം പിടികിട്ടി, പഞ്ചാരയും തേയിലയൊക്കെ നമ്മൾ തന്നെ കലക്കണം. എന്തായാലും ആദ്യം ഒന്ന് പിടിച്ചെങ്കിലും പിന്നെ ഒന്ന് റെഡിയാക്കി എടുത്തു. എന്നിട്ടും എനിക്ക് പണികൾ തീർന്നില്ല. ഒരു കോമ്പൂച്ച വാങ്ങി പൊട്ടിച്ചു നോക്കിയപ്പോഴേക്കും ബോംബ് പൊട്ടുന്ന സൗണ്ടിലായിരുന്നു അത് പൊട്ടിയത്. പൊന്നുവിന്റെ കളിയാക്കലൊക്കെ കണ്ടപ്പോഴുള്ള വിഷമം അടുത്ത ഫുഡ് വന്നപ്പോഴാണ് മാറിയത്. അങ്ങനെ സമയം ഏതാണ്ട് ആയപ്പോഴേക്കും ആംബിയൻസ് ഒക്കെ സെറ്റായി. ഇവിടുത്തെ ഇന്റീരിയൽ വർക്കുകളും പിന്നെ കൂടെ കടൽക്കാറ്റും കൂടെ ആയപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തത് ചിക്കൻ കബാബും നാനും ബട്ടർ ചിക്കനുമാണ്. ഓർഡർ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ എന്താ സംഭവം, ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ഫുഡ്. അങ്ങനെ കടൽക്കാറ്റിന്റെ ആംബിയൻസും നോക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി തട്ടിവിട്ടു. അതിനിടയിൽ കുറച്ച് മധുരാവാന്ന് കരുതി പൊന്നു ചോക്ലേറ്റ് മൂസ് കൂടി ഓർഡർ ചെയ്തു. ഞാനങ്ങനെ അധികം മധുരം കഴിക്കാത്തതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. അങ്ങനെ കടൽക്കാറ്റും കൊണ്ട് ഇതെല്ലാം കൂടി തട്ടിവിട്ടപ്പോ ലാസ്റ്റ് എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്തായാലും കുറച്ച് നാളുകൊണ്ടുള്ള ആഗ്രഹമല്ലേ, സംഭവം സെറ്റായിരുന്നു. ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.